അംബരം കരവിരാജിതശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദിഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമ. ശ്രീമദ്ഭാഗവതം നവമസ്കന്ധം അഷ്ടമോധ്യായ. ശ്രീശുകോവാച ഹരിതോ രോഹിതസുത ചമ്പ തസ്മാൽവിനിർമ്മിത ചമ്പാപുരീ സുദേവേതോ വിജയോ യസ്യ ചാത്മജാ. ഹരിത എന്ന് പറഞ്ഞ ആള് രോഹിതന്റെ പുത്രൻ. രോഹിതൻ എന്ന് പറഞ്ഞാൽ ഹരിശ്ചന്ദ്രന്റെ പുത്രനാണ് രോഹിതൻ. ഈ രോഹിതന്റെ പുത്രനായിട്ടുള്ള ഹരിതൻ, അദ്ദേഹത്തിൽ നിന്ന് ചമ്പനുണ്ടായി. ചമ്പാപുരി എന്നുള്ള നഗരം ഈ ചമ്പനാണ് നിർമ്മിച്ചത്. ആ ചമ്പനിൽ നിന്ന് സുദേവൻ ഉണ്ടായി. യസ്യ യാതൊരാളുടെ ആത്മജപുത്രൻ വിജയാച്ച, സുദേവന്റെ പുത്രനാണ് വിജയൻ. ഭരുഗസ്തൽസുതസ്തസ്മാൽ മൃഗസ്തസ്യാവിബാഹുക സോരിഭിർ ഹൃതഭൂരാജ സഭാര്യോ വനമാവിശൽ. തൽസുത അദ്ദേഹത്തിന്റെ പുത്രൻ, അതായത് ഈ വിജയന്റെ പുത്രൻ ഭരുഗൻ ആയിരുന്നു. തസ്മാൽ ആദ്യ ഭരുഗനിൽ നിന്ന് മൃഗനും തസ്യാവി മൃഗന്റെ പുത്രനായി ബാഹുകനും ഉണ്ടായി. അരിഭി ഹൃതഭൂ സ രാജ. ഈ ബാഹുകൻ ശത്രുക്കളാൽ അപഹരിക്കപ്പെട്ട രാജ്യത്തോടു കൂടിയവനായിട്ട് എന്ത് ചെയ്തു? ഭാര്യാസമേതം വനം ആവശ്യൽ, പത്നിയോട് കൂടിയിട്ട് കാട്ടിൽ പ്രവേശിച്ചു. വൃദ്ധം തം പഞ്ചതാം പ്രാപ്തം മഹിഷ്യനുമരിഷ്യതേ ഔർവേണ ജാനതാത്മാനം പ്രജാവന്തം നിവാരിത. വൃദ്ധം പഞ്ചതാം പ്രാപ്തം, അങ്ങനെ കാട്ടിൽ കഴിഞ്ഞ വാർദ്ധക്യം ഹേതുവായിട്ട് അദ്ദേഹം മരിച്ചു. ഈ ബാഹുകൻ ആ സമയത്ത് അദ്ദേഹത്തെ അനുമരിഷ്യത, അദ്ദേഹത്തിൻ്റെ കൂടെ പിന്തുടർന്ന് മരിക്കാൻ പുറപ്പെട്ടു പത്നി മഹിഷി. അപ്പോൾ ആത്മാനം പ്രജാവന്തം ജാനത. അപ്പം എങ്ങനെയാ വെച്ചാൽ ആ സമയത്ത് ആ പത്നി ഗർഭിണിയായിരുന്നു. അത് മനസ്സിലാക്കിയിട്ട് ഔർവേണ, അവിടെ മഹർഷി ഔർവൻ അവരെ തടഞ്ഞു. ആ പ്രയത്നത്തിൽ നിന്ന്, അതായത് മരിക്കാനുള്ള ശ്രമത്തിൽ നിന്ന് തടഞ്ഞു കേട്ടോ. നിവാരിത, തടയപ്പെട്ടു. ആജ്ഞായാസ്യൈ സപത്നീഭിർ ഗരോദത്വന്തസാസഹ സഹതേനൈവ സഞ്ജാത സകരഖ്യോ മഹായശ. ഇതറിഞ്ഞ സമയത്ത് ആജ്ഞായ അസ്യൈ സപത്നീഭി അന്തസാസഹ ഗരദത്ത. ഈ ബാഹുകന്റെ ഈ പത്നിയുടെ കൂടെ സപത്നികളും ഉണ്ട്, വേറെ അവരുണ്ടായിരുന്നു. അവർക്കിത് മനസ്സിലായി, അതായത് ഇവള് ഗർഭിണിയാണെന്ന് മനസ്സിലായി. അപ്പം എന്താണ്ടാവുക? ഇവളുടെ പുത്രന് രാജ്യഭാരം കിട്ടും. അത് മനസ്സിലാക്കിയിട്ട് അസൂയയും കോപമുണ്ട്. അവരെന്ത് ചെയ്തു? ഈ പത്നിക്ക് ആഹാരത്തോട് കൂടിയിട്ട് വിഷം കൊടുത്തു. ഗര എന്ന് പറഞ്ഞ വിഷമാണ്. തേനേവ സഞ്ചിത. പക്ഷെ എന്താണ്, ആ വിഷത്തോട് കൂടിയിട്ട് ആ കുട്ടിയാണ് ജനിച്ചു, യാതൊരു കുഴപ്പമില്ലാണ്ട്. അതുകൊണ്ട് ആ കുട്ടിക്ക് ഗരൻ എന്ന് പറഞ്ഞ വിഷം, അതുകൊണ്ട് ഗരത്തോട് കൂടിയനായിട്ട് സഗരാഖ്യ മഹായശ. അങ്ങനെ സഗരൻ എന്നുള്ള പേരിൽ വളരെ യശസ്വിയായിട്ടുള്ള പുത്രനാണ് ഉണ്ടായത്. ഈ ബാഹുവിന്റെ പുത്രനാണ് സഗര ചക്രവർത്തിയാസീൽ സാഗരോയൽ സുതൈകൃതം യസ്താലജംഘന്യവനൻ ശരൻ ഹേഹയബർബരൻ നാവധി ഗുരുവാക്യേന ചക്രേ വികൃതവേഹിണ മുണ്ടൻ ശ്മശ്രുതരൻ കാൻസ്റ്റിൽ മുക്തകേശാർദ്ധമുണ്ടിതൻ അനന്തർവാസസക്കാശ്ചിൽ അബഹിർവാസസോ അവരൻ. ഈ സഗരൻ, അതാ സഗരൻ എന്നുള്ള പേരുള്ള ആ പുത്രൻ ചക്രവർത്തിയായിത്തീരുന്നു പറയുകയാണ്. യൽ സുവൈ, അദ്ദേഹത്തിന്റെ പുത്രന്മാരാൽ സാഗരം കൃത ഉണ്ടാക്കപ്പെട്ടു. യാതൊരു സഗരൻ, ഈ സഗരൻ ഗുരുവാക്യേന, ഗുരുവിന്റെ ഉപദേശത്താൽ താലജംഘാൻ യവനാൻ ശകാൻ ഹേഹയ ബർബരാൻ, അതായത് അനവധി ദുഷ്ടരാജാക്കന്മാരുടെ താലജങ്കന്മാര്, യവനന്മാര്, ശകന്മാര്, ഹേഹയന്മാര്, ബർബരന്മാരെന്നൊക്കെ പറഞ്ഞ് അവരെയൊക്കെ യുദ്ധത്തിൽ അവധിയിൽ നിഗ്രഹിച്ചില്ല. പക്ഷെ എന്ത് ചെയ്തു? വികൃതവേഷിണ
ചക്രയെ അവരെയൊക്കെ വിരൂപകരണം ചെയ്തു, പല വികൃത രൂപത്തിലാക്കി എന്ന് പറയുകയാണ്. കാസ്റ്റിൽ ചിലരെ മുണ്ടൻ തല മുട്ട എടുപ്പിച്ചു, വേറെ ചിലരെ ശ്മശ്രുതനാൻ താടി രോമൊക്കെ വളർത്തിപ്പിച്ചു, വേറെ ചിലരെ മുക്തകേശ അർദ്ധമൂർധജൻ കുടുംബം അങ്ങനെ കെട്ടഴിച്ച് ചിതറിച്ചവരായിട്ട് തീർത്തു, വേറെ ചിലരെ കുടുംബ പകുതി മുറിച്ചവരാക്കി തീർത്തു. കാസ്റ്റിൽ വേറെ ചിലരെ അനന്തർമാസ ഉള്ളുടുപ്പില്ലാത്തവരാക്കി തീർത്തു, അന്യരെ ആ ബഹിർമാസ മേലുടുപ്പ് ഇല്ലാത്തവരാക്കി ചെയ്തു. ഇങ്ങനെയൊക്കെ പല രീതിയിലുള്ള വിരൂപകരണം ചെയ്തു എന്നാണ് പറയുന്നത്. ഈ സകരൻ ഇങ്ങനെ തൻ്റെ ശത്രുക്കളേക്ക സ്വശ്വമേധൈരജത സർവവേദസുരാത്മകം ഔർവോപദിഷ്ടയോഗേന ഹരിമാത്മാനമീശ്വരം തസ്യോത്സൃഷ്ടം പശും യജ്ഞേ ജഹാരാശ്വം പുരന്തരാ. ഈ സകരൻ സർവവേദസുരാത്മകം, എല്ലാ വേദങ്ങളുടെയും ദേവന്മാരുടെയും ആത്മാനം ഈശ്വരം ഹരിം, ആത്മാവും ഈശ്വരനുമായ മഹാവിഷ്ണുവിനെ ഔർവോപദിഷ്ടേന വിധിന, ഔർവൻ തന്നെ കുലഗുരായിട്ടുള്ള ഔർവനാൽ ഉപദേശിക്കപ്പെട്ടുള്ള വിധിപ്രകാരം അശ്വമേധൈ അയജൽ, അനേകം അശ്വമേധങ്ങളാൽ യജിച്ചു. ഈ യജ്ഞാംശത്തിന് വേണ്ടിയിട്ട് വിസൃഷ്ടം വിടപ്പെട്ട തസ്യ പശുവും, അദ്ദേഹത്തിൻ്റെ യജ്ഞപശുവായിട്ടുള്ള അശ്വം കുതിരയെ പുരന്തര ജഹാര, ദേവേന്ദ്രൻ എവിടെ ആരെയാകും നടത്തുക വെച്ചാലും അശ്വമേധങ്ങളെ നടത്തിയ ദേവേന്ദ്രൻ അസൂയ വരും. അപ്പൊ ദേവേന്ദ്രൻ എന്ത് ചെയ്തു? ഈ കുതിരയെ അപഹരിച്ചു കേട്ടോ. സ്തനയാ ദൃപ്ത വിദുരാദേശകാരിണ അയമന്വേഷമാണാസ്തേ സമന്തന്യകനൻ മഹിം. ദൃപ്ത പിതു ആദേശകാരിണ, അഹങ്കാരികളും ഈ അച്ഛൻ്റെ ആദ്യ ആ ശാസനയെ നിറവേറ്റുന്നവരുമായിട്ടുള്ള സുമതിയുടെ പുത്രന്മാരായിട്ടുള്ള കുറെ പേര് അവര് ഹയം അന്വേഷമാണ്, ആ യാകാശത്തെ അന്വേഷിച്ചുകൊണ്ട് മഹിം സമന്താൽ ഞകൻ, ഭൂമിയുടെ ഇപ്പൊ 4 ഭാഗത്ത് ഞെന്തന ഭൂമി അങ്ങനെ പുറത്തൊന്നും ഭൂമിയിലൊന്നും കാണാഞ്ഞപ്പോൾ കുതിരയെ അന്വേഷിച്ചുകൊണ്ട് അടിയിലേക്കാണ് കൊണ്ടുപോയെന്നുള്ള ധാരണയിൽ ഭൂമി അങ്ങോട്ട് കുഴിക്കാൻ തുടങ്ങി. ഈ സുമതി കേശിനി ഇങ്ങനെ 2 പത്നിമാരായിരുന്നു. കാശ്യപുത്രിയായിട്ടുള്ള സുമതി, വിദർഭപുത്രിയായിട്ടുള്ള കേശി, ഇങ്ങനെ 2 പത്നിമാരാണ് ഈ സകരനുണ്ടായിരുന്നത്. ഈ ഔർവൻ നൽകിയുള്ള വരപ്രസാദം കൊണ്ട് കേശിനിയിൽ ഒരു പുത്രനുണ്ടായി, സുമതിയിൽ 60,000 പുത്രന്മാരുണ്ടായി എന്ന് പറഞ്ഞാൽ ഈ സുമതിയുടെ പുത്രന്മാരാണ് അശ്വസ്ഥയെ അന്വേഷിച്ചു പോയത്. അവര് അങ്ങനെ കുഴിച്ചുകൂചാപ്രാക്കുദീത്യം ദിശി അയം ദൃശു കപിലാന്തികേ ഏകവാരിഹരശ്ചൗര ആസ്തേ മീലിതലോചന ഹന്യതം പാവ ഇതി ഷഷ്ടിസഹസ്രിന ഉദായുധ അഭിയു ഉന്മിമേഷ തദാ മുനി. അവർ പറഞ്ഞു ഈ 60,000-ഓളം പുത്രന്മാരുണ്ടായിരുന്ന ഈ സുമതിയുടെ പുത്രന്മാരാണ് ഈ അശ്വനെ കുതിരയെ അന്വേഷിച്ചു പോയത്. അവരെന്ത് ചെയ്തു? ഭൂമി അങ്ങനെ കുഴിച്ച് എന്താ ഈ രസാതലം വരെ എത്തിയതാണ്. അതായത് അവിടെ ഉദീച്യാം ദിശി, കിഴക്ക് വടക്കായിട്ടുള്ള ദിക്കില് കപിലമുനിയുടെ അവരങ്ങനെ എത്തിച്ചെന്നപ്പോൾ ഉണ്ടല്ലോ, കപിലമുനി അവിടെ തപസ് ചെയ്യാൻ അവിടെയാണ് കുഴിച്ച് പോയി എത്തിയത്. അവിടെ കപിലമുനിയുടെ സമീപത്തായിട്ട് ഹയം ദദൃശു, കുതിരയെ അവിടെ കണ്ടെത്തി. ആ വാജിഹര ഏഷ ചൗര, അവരപ്പോൾ പെട്ടെന്ന് ചെയ്തു ഇദ്ദേഹം തപസ് ചെയ്ത് ഇങ്ങനെ കണ്ണടച്ചിരിക്കല്ലേ, അത് ശരി ഇവനെ ഈ കുതിരക്കള്ളനുണ്ടല്ലോ, അതാ ഇവൻ എന്ത് ചെയ്യണു, കണ്ണും പൂട്ടിയിട്ട് ഇരിക്കുന്നു. മീലിതലോചന ആസ്തേ ഈ 60,000 സകലപുത്രന്മാരും എടാ പാപി ഹന്യതമായി, ഇവൻ പാപിയാണ്, ഇവനെ വധിക്കപ്പെടട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആയുധങ്ങളും എന്തിയിട്ട് അഭിയയും മുനിയുടെ നേരെ ഇങ്ങോട്ട് പാഞ്ഞെത്തി. തഥാ അപ്പോൾ മുനി ഉന്മിമേഷ, ഈ ബഹളം കേട്ടിട്ട് കപിലമുനി പെട്ടെന്നാണ് കണ്ണ് തുറന്നു. സ്വശരീരാഗ്നിനാതാവൻ മഹേന്ദ്രകൃതചേതസ മഹൽ വ്യതിക്രമഹതാ ഭസ്മസാലഭവൻ ക്ഷണാൽ. ഈ മഹേന്ദ്രകൃതചേതസ്, ഇന്ദ്രനാൽ അപഹരിക്കപ്പെട്ട മനഃശക്തിയോട് കൂടിയവർ, ഇന്ദ്രൻ കുതിരയെ കട്ടുപോയ തന്നെ ഇവരുടെ മനഃശക്തി ഇല്ലാണ്ട് എണ്ണും. പിന്നെ മഹൽ വ്യതിക്രമഹത, മഹാത്മാവായുള്ള കപിലമുനിക്ക് എതിരായിട്ട് ഇങ്ങനെ അക്രമം ചെയ്തുകൊണ്ട് തന്നെ ഹതന്മാരായിരുന്നു അവര്. അപ്പോൾ തന്നെ സ്വശരീര അഗ്നിന, അവരവരുടെ ശരീരങ്ങളിൽ നിന്ന് എരിഞ്ഞുയർന്ന അഗ്നി കൊണ്ട് ക്ഷണാൽ ഭസ്മസാൽ അറുവൻ, പെട്ടെന്ന് തന്നെ അവര് വെണ്ണീറായിട്ട് ഭവിച്ചു. ന സാധു വാദോ മുനികോപവർജിത നിർവേന്ദ്രപുത്ര ഇതി സത്വധാമനി കഥം തമോ രോഷമയം വിവംവ്യതേ ജഗൽ പവിത്രാത്മനിഖേ രജോ ഭുവാ. ഇവിടെ നേരത്തെ പറഞ്ഞില്ലേ ഈ
അതായത് തങ്ങളുടെ ശരീരത്തിൽ നിന്നുള്ള അഗ്നിയിലാണ് സഗരപുത്രന്മാരൊക്കെ മരിച്ചത് എന്ന് പറഞ്ഞില്ലേ, അതിനെ വീണ്ടും ഇവിടെ ഉറപ്പിച്ച് പറയുകയാണ്. കാരണം ഈ ചിലർ പറയുന്നുണ്ട്, എന്താണ്, നൃപേന്ദ്രപുത്ര മുനികോപവർജിത ഇതി സാധുവാദ ന, അതായത് ഈ ചക്രവർത്തിയുടെ പുത്രന്മാർ കപിലമുനിയുടെ രോഷാഗ്നിയിലാണ് ദഹിപ്പിക്കപ്പെട്ടത് എന്ന് ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ അത് സാധുവാദ, അത് യുക്തിസഹജമല്ല എന്ന. കാരണം സത്വധാമനി, സത്വഗുണത്തിൻ്റെ ഇരിപ്പിടവും ജഗൽ പവിത്ര, ലോകമാകമാനം ശുദ്ധീകരിക്കത്തക്കതുമായിട്ടുള്ള ആത്മപ്രഭാവം ഉള്ളവനുമായിട്ടുള്ള ആ കപിലവാസുദേവന് രോഷമയ തമ, ഇങ്ങനെ കോപമയമായ അജ്ഞാന അന്ധകാരം കഥം വിമാമ്പ്യത, എങ്ങനെ സങ്കല്പിക്കാം എന്നാണ് കഴിയുക പറയണത്. ഭുവ രജഖേ, ഭൂമിയുടെ പൊടി ശൂന്യാകാശത്തിലെത്തുമെന്ന് ചോദിക്കുകയാണ്. കാരണം അദ്ദേഹം അങ്ങനെയുള്ളൊരു അവസ്ഥയിലെത്തിന് അവിടെ കോപത്തിനൊന്നും യാതൊരു സ്ഥാനമില്ല. അപ്പോൾ അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിച്ച് പറയണമെങ്കിൽ അത് വാസ്തവല്ല, യുക്തിസഹജമല്ല എന്നാണ് ഇവിടെ ശ്രീ ശിവബ്രഹ്മർഷി പറയുന്നത്. വ്യാസഭഗവാനോ തന്നെയാണ് പറയുന്നത്. ഇനിയോ യസ്യേ ഹരിതാ സാഖ്യമയി ദൃഢേഹനൗ യയാമുമുക്ഷു പരതേ ദുരത്യയം വർണ്ണവം മൃത്യുപദം വിവശ്ചിത പരാത്മഭൂതസ്യ കഥം മൃതന്മതി. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇഹ യസ്യ ദൃഢ, ഈ ലോകത്തിൽ യാതൊരുവനാൽ കെട്ടുറപ്പുള്ളതായിട്ടുള്ള സാഖ്യമയി നൗ, സാഖ്യശാസ്ത്രമയമായിട്ടുള്ള ആ കപ്പല് ഇഹ യാതൊരാളാൽ ഈ ലോകത്തിൽ യാതൊരാൾ പ്രേരിപ്പിക്കപ്പെട്ടുവോ, അതുമാതിരി ആ കപ്പലിനെ മുമുക്ഷു യയാ, മോക്ഷാർത്ഥിയായിട്ടുള്ള ഒരുത്തൻ ഏതിലൂടെ ദുരത്യയം, മറുകര പറ്റാൻ പ്രയാസമുള്ളതും മൃത്യുപഥം, മരണത്തിൻ്റെ മാർഗവുമായ ഭവാർണവം, ഈ സംസാര സാഗരത്തെ തരണം ചെയ്യുന്നുവോ, അങ്ങനെയുള്ള, അതായത് ഈ അദ്ദേഹത്തിൻ്റെ സാഖ്യശാസ്ത്രമായിട്ടുള്ള കപ്പലുണ്ടല്ലോ, കപ്പൽ വഴി ഏതൊരു മോക്ഷാർത്ഥിക്കും വളരെയധികം കടക്കാൻ ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള ഈ സംസാര സാഗരത്തെ നിഷ്പ്രയാസം കടക്കാൻ കഴിയും. അങ്ങനെയുള്ള ആ സാഖ്യശാസ്ത്രം പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന് വിവശ്ചിത പരാത്മഭൂതസ്യ, സർവജ്ഞനും പരാത്മസ്വരൂപിയായിട്ടുള്ള അദ്ദേഹത്തിന് ഇപ്രകാരം താനെന്നും അന്യനെന്നുള്ള ഭേദബുദ്ധി കഥം എങ്ങനെ ഉണ്ടാവും? ഈ ഭേദബുദ്ധി ഉണ്ടാവുമ്പോഴല്ലേ പേടി, കോപം, ഇത്തരം വികാരങ്ങളൊക്കെ ഉണ്ടാവുക. അതൊന്നും അദ്ദേഹത്തിന് ഉണ്ടാവില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് അവരോധിക്കുക എന്നുള്ളത് കടന്ന കൈയാണെന്നാണ് വ്യാസം കൂടി പറയണത്. യോസമഞ്ജസ ഇത്യുക്ത സഖേശിന്യം നൃപാത്മജ തസ്യ പുത്രോം ശുമന്നാമ ഇങ്ങനെ ഈ സുമതിയിലുള്ള പുത്രന്മാരെല്ലാവരും ഭസ്മായിട്ട് പോയി. യാഗാശത്തിന് തിരിച്ചു കിട്ടിയിട്ടുമില്ല, ഇവിടെ യാഗം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ആ സമയത്താണ് അസമഞ്ജസ ഇതി ഉക്ത, അസമഞ്ജസൻ എന്ന് പറയപ്പെടുന്നവനായിട്ടുള്ള ആരോ അവൻ കേശിന്യാം കേശിനിക്ക് ഈ സകല രാജാവിനുണ്ടായിട്ടുള്ള പുത്രനായിരുന്നു. ആ തസ്യപുത്ര, ഈ അസമഞ്ജസന്റെ പുത്രനായിട്ടുള്ള അംശുമാൻ നാമ, ആ അംശുമാൻ എന്ന പേരായവൻ പിതാമഹഹിതേ, മുത്തച്ഛനായിട്ടുള്ള ആ സകരന്റെ ഹിതത്തെ പാലിക്കുന്നതിൽ ഉത്സുകനായി ഇരുന്നു എന്ന് പറയുകയാണ്. ഇനി ആ കഥ എന്താ ഈ അസമഞ്ജസ എന്ന് പറയാനുള്ള കാരണം പറയാണ്. അസമഞ്ജസ ആത്മാനം ദർശയന്നസമഞ്ജസം ജാതിസ്മര പുരാസംഗാൽ യോഗീയുഗാൽ വിചരാലിതാ ആചരൻ ഗർഹിതം ലോകേ ജ്ഞാതീനാം കർമ്മ വിപ്രിയം സരയ്യാം ക്രീഡതോ ബാലൻ പ്രാസ്യതുദ്വേജനം. മുൻ ജന്മത്തില് യോഗിയായിരുന്ന ഈ അസമഞ്ജസൻ എന്നുള്ള പുത്രൻ എന്ത് ചെയ്തു? സംഘാൽ യോഗാൽ വിചാരിത, എന്തോ ഒരു സംസർഗം ഹേതുവായിട്ട് ആ യോഗത്തിൽ നിന്ന് ഭ്രഷ്ടനായിത്തീർന്നു. ആ ജന്മ സ്മരണ ഉണ്ടായിരുന്ന അദ്ദേഹം ഈ ജന്മത്തിലും ആത്മാനം അസമഞ്ജസം ദർശയൻ, ജഡഭരതനുണ്ടായിരുന്നില്ലേ, ഈ ലോകത്തിൽ ആരുമായിട്ടും ബന്ധം പാടില്ല എന്നുള്ള രീതിയിൽ ജഡനായിട്ടും അതിൽ സംസാരിക്കാനും അതുപോലെ ചെവി കേൾക്കാത്തമാരി കഴിഞ്ഞില്ലേ, അതുമാതിരി എന്ത് ചെയ്തു? എല്ലാവരോടും എതിർത്തുകൊണ്ടുള്ള രീതിയിൽ അസമഞ്ജസ ഭാവത്തിൽ അങ്ങനെ സമൂഹ ദ്രോഹിയായിട്ട് അങ്ങനെ കാണിച്ചുകൊണ്ട് അങ്ങനെ വളരാൻ തുടങ്ങി എന്ന് പറയുകയാണ് ഈ കുട്ടി. ആദ്യം ജനിക്കപ്പത്തിന്, കാരണം അദ്ദേഹം കഴിഞ്ഞ ജന്മത്തിൽ യോഗിയായിരുന്നു, പിന്നെ ഈ ജന്മത്തിൽ ഇനി സംഘം പാടില്ല എന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ലോകേ ഗർഹിതം, ഇങ്ങനെ ലോകത്തിലെ നിന്ദ്യമായിട്ടുള്ളതും ജ്ഞാതീനാം വിപ്രിയം, സ്വജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതുമായ
പ്രവൃത്തികളെ ആചരണം ചെയ്തുകൊണ്ടും ജനങ്ങളെ ഇങ്ങനെ വളരെയധികം പരിഭ്രമിച്ചുകൊണ്ടും എങ്ങനെയാണ് പരിഭ്രമിപ്പിക്കുക? ക്രീഡത ബാലാൻ സരയ്വാം പ്രാശ്യൽ. അങ്ങനെ അതായത് എങ്ങനെ എനിക്ക് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കണ കുട്ടികളെ കണ്ടല്ലോ, അവരെയൊക്കെ എടുത്തിട്ട് സരയൂ നദിക്കാണ് വലിച്ചങ്ങോട്ട് എറിയും. പിന്നെ ആൾക്കാർക്ക് പേടിയും വിഷമവും ദേഷ്യമില്ലാതിരിക്കുമോ? അങ്ങനെയുള്ള ഓരോ വിക്രികൾ കാണിച്ചുകൊണ്ട് വളരെയധികം വിഷമപ്പെടുത്തി നാട്ടിലെല്ലാവരെയും എന്ന് പറയുകയാണ്. ഏവം വൃത്ത പരിത്യക്ത പിത്രാ സ്നേഹമപോഹ്യ വൈ യോഗൈശ്വര്യേണ ബാലാംസ്തൻ ദർശയിത്വാ തതോ യയൗ. ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞ് ഏവം വൃത്ത ഇപ്രകാരം പ്രവർത്തിക്കുന്നവനാകയാൽ പിത്രാവൈ അച്ഛനായിട്ടുള്ള സകരനെ പോലും സ്നേഹം അപോഹ്യ തൻ്റെ പുത്രസ്നേഹമൊക്കെ വെടിഞ്ഞിട്ട് അവനെ ത്യജിച്ചു, പരിത്യക്ത ഉപേക്ഷിച്ചു. അവൻ അച്ഛനാൽ ഉപേക്ഷിക്കപ്പെട്ടു എന്ന് പറയുകയാണ്. താൻ അച്ഛൻ ഉപേക്ഷിച്ചിട്ട് പോണ സമയത്ത് എന്ത് ചെയ്തു? തൻ്റെ യോഗസിദ്ധി കാണിച്ചു കൊടുക്കേണ്ട പോയത് എന്താണ്? താൻ ബാലാൻ യോഗൈശ്വര്യേണ ദർശയിത്വാ തഥ യയൗ. താൻ സരയൂ നദിയിൽ വലിച്ചെറിഞ്ഞുള്ള കുട്ടികളുണ്ടല്ലോ, അവരെയൊക്കെ ജീവനോടുകൂടി തിരിച്ചു കൊടുത്തുകൊണ്ടാണ് ഈ യോഗിയായിട്ടുള്ള അദ്ദേഹം അവിടുത്തെ യാത്രയായിട്ട് പോയത് എന്ന് പറയുകയാണ്. അയോധ്യാവാസിന സർവേ ബാലകൻ പുനരാഗതൻ ദൃഷ്ട്വാ വിസ്മിരേ രാജൻ രാജാചാപ്യന്വതപ്യത. അങ്ങനെ രാജൻ പരീക്ഷിത്തെ ആഗതാൻ ബാലകാൻ ദൃഷ്ട. അങ്ങനെ തങ്ങളുടെ മരിച്ചുപോയ കുട്ടികളൊക്കെ തിരിച്ചു വരുന്നത് കണ്ടിട്ട് അയോധ്യാവാസികളെല്ലാവരും വിസിസ്മിരേ അത്ഭുതപ്പെട്ടു എന്ന് പറയുകയാണ്. രാജാവും സകലരാജാവും അന്വതപ്യത വളരെയധികം പശ്ചാത്തപിച്ചു. കാരണം തെറ്റുകൂടാത്ത ശ്രേഷ്ഠനായിട്ടൊരു മകനില്ലേ താനിങ്ങനെ മത്സരിച്ച് പറഞ്ഞയച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഏതായാലും ഈ ഇദ്ദേഹത്തിൻ്റെ പുത്രനായിട്ടുള്ള അംശുമാംശ്ചോദിതോ രാജ്ഞ തുരംഗന്വേഷണേയയോ പിതൃവ്യഘാതാനുപദം ഭസ്മാന്തിദശേഖയം. ഏതായാലും ഈ അസമഞ്ജസിൻ്റെ പുത്രനായിട്ടുള്ള അംശുമാൻ രാജാവിനാൽ നിർദ്ദേശിക്കപ്പെട്ടിട്ട് തുരങ്കാന്വേഷണ കുതിരയെ തിരയുവാൻ പിതൃവ്യഘാത അനുപദം ഇളയച്ചന്മാരാൽ കുഴിക്കപ്പെട്ട വഴിയിലൂടെ സമഞ്ജസൻ്റെ ചെറിയമ്മയുടെ പുത്രന്മാരാണല്ലോ ഈ 60,000 ആൾക്കാരുണ്ടായിരുന്നു പറഞ്ഞില്ലേ, അവരെല്ലാവരും കുഴിച്ചു ഭൂമിയിൽ പോയി കാണാൻ ചേണ്ടയില്ലേ, അവരെയൊക്കെ തിരഞ്ഞുകൊണ്ട് അവർ പോയ വഴി കൂടെ അന്വേഷിച്ചുകൊണ്ട് പോയി ഭസ്മാന്തി അയം ദദൃശ്യ. അവിടെ ചെന്നപ്പോൾ എന്താണ് കണ്ടു? കപില മഹർഷി തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ അടുത്തൊരു കൂമ്പാരായിട്ട് ഭസ്മം കിടക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത് അയം ദദൃശ്യ ആകാശത്തിനെയും അവിടെ കണ്ടെത്തി. തത്രാസീനം മുനിം വീക്ഷ്യ കപിലാഖ്യമതോക്ഷജം ഹസ്തൗ സമാഹിതമന പ്രാഞ്ജലി പ്രണതോ മഹാൻ മുനി മഹാത്മാവായിട്ടുള്ള ഈ അംശുമാൻ മുനിം തത്ര ആസീനം മനനശീലനും അവിടെ ഇരിക്കുന്നവനും കപിലാഖ്യം കപിലിൽ നിന്ന് നാം പേരിനെ സ്വീകരിച്ചവനുമായ അതോക്ഷജം മഹാവിഷ്ണുവിനെ കണ്ടിട്ട് പ്രണത വീണ് നമസ്കരിച്ച് പ്രാഞ്ജലി കൂപ്പുകൈകളോടെ സമാഹിതമന ഏകാഗ്രമായ മനസ്സോടുകൂടി ഹസ്തവും അദ്ദേഹത്തിനെ സ്തുതിച്ചു. നപശ്യതിത്വം പരമാത്മനോ ജനോ നബുദ്ധ്യതേദ്യാഭിസമാധിയുക്ലിവി കുതോപരേ തസ്യ മനഃശരീരഹി വിസർഗസൃഷ്ട വയമപ്രകാശ. ആത്മന പരം ത്വം തന്നേക്കാൾ ഉപരിയായിട്ടുള്ള അങ്ങയെ ആദ്യാവി ഇന്നും അജന ബ്രഹ്മാവിന് പോലും സമാധിയുക്തി അഷ്ടാംഗയോഗം ശാസ്ത്രയുക്തി ഇത്യാദികളാൽ ന പശ്യതി യഥാർത്ഥത്തിൽ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ന ബുദ്ധ്യത അറിയുന്നതേ ഇല്ല. തസ്യ അദ്ദേഹത്തിൻ്റെ മനഃശരീര ധീ വിസർഗസിഷ്ട. അപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സ് ശരീരം ബുദ്ധി എന്നവയാൽ പല പ്രകാരത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരും അപ്രകാശ ഉന്മേഷമില്ലാത്തവരുമായ അവരെ വയം മറ്റുള്ള ഈ ഞങ്ങളെ പ്രപഞ്ചത്തിലെല്ലാവരും ഞങ്ങൾക്ക് കുത എങ്ങനെയാണ് അങ്ങയുടെ മഹത്വം അറിയാൻ കഴിയുക എന്നാണ് കപിലവാസുദേവനെ നോക്കിയിട്ട് സ്തുതിച്ചത്. ഏ ദേഹവാജസ്ത്രിഗുണപ്രധാന ഗുണാൻ വിപശ്യന്ത്യുതവാത്തമശ്ച യന്മായയാ മോഹിതചേതസസ്തേ വിദു സ്വസംസ്ഥം ന ബഹിഃപ്രകാശ. 22ാമത്തെ ശ്ലോകത്തിൻ്റെ മുമ്പിലായിട്ട് അംശുമാനുവാച എന്നുകൂടിയുണ്ട്. അത് ഞാൻ വായിക്കേണ്ടായില്ല. അത് അംശുമാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ്. ഇനി 23ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ഏ ദേഹവാജ ത്രിഗുണപ്രധാന. ഈ
ആരാണോ ഈ ദേഹഭാജ ശരീരമെടുത്തുള്ളവരായിട്ടുള്ള ശരീരികൾ, അതായത് എങ്ങനെയാണ് ശരീരം ത്രിഗുണപ്രധാന ഈ ഗുണത്രയാധിഷ്ഠിതമായിട്ടുള്ള ബുദ്ധി തന്നെ മുഖ്യമായിട്ടുള്ള ഈ ശരീരികൾ ആരോ അവർ ഗുണാൻ ഉതവാ തമ ച വിപശ്യന്തി, അവര് ഈ ഗുണങ്ങളെയും അല്ലെങ്കിലോ ഈ അവിദ്യയും, തമ എന്ന് പറഞ്ഞാൽ ഇവിടെ തമസ് എന്ന് പറഞ്ഞാൽ വിപശ്യ നന്നായി കണ്ടറിയുന്നു, അവിദ്യ അല്ല ഇരുട്ടേ കാണുള്ളൂ. എൻ മായ അതിൽ കാരണം എന്താണ്? എൻ മായയാ മോഹിത ചേതസ, കാരണം അങ്ങയുടെ ആ മായയാൽ മോഹിപ്പിക്കപ്പെട്ട മനസ്സോടും ബഹിപ്രകാശം, അത് ബാഹ്യമായിട്ടുള്ള വീക്ഷണം മാത്രമുള്ളവരായിട്ടുള്ള അവർക്ക് സ്വസംസ്ഥം അവരവരുടെ അന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അങ്ങയെ എന്ന വിധു അറിയുന്നതേയില്ല. ഈ അന്ധകാരത്തിലേക്ക് മുഴുകിയിട്ടുള്ള ആൾക്കാർ പുറത്തേക്കാണ് അവരുടെ നോട്ടം, ഉള്ളിലേക്ക് നോക്കുകയാണ്, ഇത് ഉള്ളിലാണ് അങ്ങിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങയുടെ മാഹാത്മ്യം ഈ ഗുണങ്ങളിൽ മുഴുകിയിട്ടുള്ള സംസാരികൾക്ക് ഒരിക്കലും അറിയില്ല എന്ന് പറയാണ്. അങ്ങനെയുള്ള തത്വാമഹം ജ്ഞാനഗനം സ്വഭാവ പ്രധ്വസ്തമായ ഗുണഭേദമോഹൈ സനന്ദനാദ്യൈർ മുനിഭിർവിഭാവ്യം കഥം ഹി മൂഢ പരിഭാവയാമി. അങ്ങനെയുള്ള ആ അങ്ങയെ അങ്ങനെ അങ്ങ് തം ത്വാം മൂഢ അഹം അജ്ഞാനിയായിട്ടുള്ള ഞാൻ കഥം എങ്ങനെ പരിഭാവയാമി അങ്ങനെ അറിയാൻ കഴിയുന്നു പറയുകയാണ്. അങ്ങ് ആരാണ്? ജ്ഞാനഘനം, അതായത് ജ്ഞാന മൂർത്തീകരിച്ചിട്ടുള്ള ഭാവത്തിലുള്ള ആളാണ് അങ്ങ്. അങ്ങനെയുള്ള അതുമാതിരിയോ സ്വതേ തന്നെ പൂർണ്ണമായും ധ്വംസിക്കപ്പെട്ട മായാഗുണങ്ങളായിട്ടുള്ള ഈ ഭേദബുദ്ധി, ദേഹാഭിമാനം ഇതൊക്കെ കൂടിയിട്ടുള്ള സനന്ദനാദികളാൽ സനകാദി മഹർഷിമാരാൽ എപ്പോഴും വിഭാവനം ചെയ്യപ്പെടുന്നതായിട്ടുള്ള ആ പൂർണ്ണ ജ്ഞാനസ്വരൂപനായിട്ടുള്ള അങ്ങയെ ഒരു മൂഢനായിട്ടുള്ള ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക? പ്രശാന്തമായ ഗുണകർമ്മലിംഗമഹാമരൂപം സദസദ്വിമുക്തം ജ്ഞാനോപദേശായ ഗീതദേഹം നമാമഹേ ത്വാം പുരുഷം പുരാണം. എങ്കിലും ശാന്താത്മാവായിട്ടുള്ള ഭഗവാനി, മായാഗുണകർമ്മലിംഗം മായയുടെ ഗുണങ്ങളോടും അതനുസരിച്ചുള്ള കർമ്മങ്ങളോടും രൂപങ്ങളോടും കൂടിയവനും സദസൽ വിമുക്തം സത്തും അസത്തും ആയവകളിൽ നിന്നെല്ലാം മുക്തനായവനും ആ നാമരൂപങ്ങളില്ലാത്തവനും എന്നാൽ അതേ സമയത്ത് ജ്ഞാനോപദേശായ ഗൃഹീതരൂപം, ജനങ്ങൾക്ക് എല്ലാവർക്കും യഥാർത്ഥ ജ്ഞാനം എന്താണത് ഉപദേശിക്കാൻ വേണ്ടിയിട്ട് സ്വീകരിക്കപ്പെട്ട ശരീരത്തോടു കൂടിയവനും പുരാണം ആദി പുരുഷനുമായ ത്വാം നമാമ അങ്ങേ ഞാനിതാ നമസ്കരിക്കുന്നു. ത്വന്മായാരചിതേ ലോകേ വസ്തുബുദ്ധ്യാഗൃഹാദിഷു ഭ്രമന്തി കാമലോപേക്ഷ്യ മോഹവിഭ്രാന്തചേതസാ. അങ്ങയാൽ രചിക്കപ്പെട്ട അങ്ങയുടെ മായ കൊണ്ടുണ്ടാക്കിയില്ല ഈ ലോകത്തില് വസ്തുബുദ്ധ്യ, അതായത് ഈ ഗൃഹാദി ഈ തൻ്റെ വീട് എന്നുള്ള വാസ്തുകൾ ഇതെല്ലാം വസ്തുബുദ്ധി വാസ്തവം തന്നെയാണെന്നുള്ള വിചാരത്തോട് കൂടിയിട്ട് എങ്ങനെ കാമ ലോഭ ഈർഷ്യ മോഹവിഭ്രാന്ത ചേതസ ആ വിചാരത്തോടു കൂടി എന്തിനാണ് കാമം ഉണ്ടാവും, ദുർമോഹം ഉണ്ടാവും, രോഷം മോഹം ഇത്യാദികളാൽ വിഭ്രാന്തരായിട്ടുള്ള മനസ്സോടുകൂടിയവര് ഈ ലോകത്തില് അങ്ങനെ ഈ ഭ്രമത്തിൽ അങ്ങനെ ചുറ്റി ഭ്രമിച്ചുകൊണ്ടിരിക്കണോ പറയാണ്. ഈ വാസ്തവം ഈ കാണുന്ന എല്ലാം വാസ്തവമാണെന്ന് ഭ്രമിച്ചിട്ട് അദ്യന സർവഭൂതാത്മൻ കാമകർമ്മേന്ദ്രിയാശയ മോഹവാസോ ദൃഢച്ചിന്നോ ഭഗവം തവ ദർശനാൽ എന്നാൽ ഹേ സർവഭൂതാത്മൻ എല്ലാ ചരാചരങ്ങളുടെയും ആത്മാവായുള്ളവനെ ഭവാൻ തവ ദർശനാൽ അങ്ങയുടെ ഈ ദർശനത്താൽ കാമകർമ്മേന്ദ്രിയാശ കാമത്തെ പ്രവർത്തിപ്പിക്കുന്ന ഇന്ദ്രിയങ്ങള് അന്ധകരണ എന്നീ രൂപത്തിലുള്ള ഞങ്ങളുടെ കെട്ടുറപ്പുള്ളതായിട്ടുള്ള ഈ മോഹഭാഷ ഉണ്ടല്ലോ, മോഹമാകുന്ന ഈ ബന്ധനം ചിപ്പത അങ്ങയുടെ ദർശനം കൊണ്ട് മുഴുവനായിട്ട് അർക്കപ്പെട്ടു. ഇവിടെ അംശുമാൻ കപിലമൂർത്തിയുടെ അവതാരമായിട്ടുള്ള സാക്ഷാൽ ഭഗവാനായിട്ട് കണ്ടുകൊണ്ടാണ് വീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ബ്രഹ്മാവിന് പോലും അറിയാത്ത ആത്മ്യമുള്ള ഭഗവാനെ പറ്റി അങ്ങനെ സ്തുതിക്കാൻ കാരണം. ഇങ്ങനെ അംശുമാൻ സ്തുതിച്ച സമയത്ത് ശ്രീശുഗോവാച ഇത്തം ഗീതാനുഭാവസ്ഥം ഭഗവാൻ കപിലോ മുനി അംശുമന്ദമുവാചേതം അനുഗൃഹ്യതിയാ നൃപാ.
പരീക്ഷിത്തെ ഇത്തം ഗീതാനുഭാവ ഇപ്രകാരം വാഴ്ത്തപ്പെട്ട ഭഗവാൻ കപിലമുനി അംശുമാനെ ധിയാ അനുഗ്രഹ്യ മനസ്സുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് ഇപ്രകാരം ഉവാച അരുളി ചെയ്തു. ശ്രീ ഭഗവാനുവാച അശ്വോയം നീയതം വത്സ പിതാമഹ പശുസ്തവ ഇമേജ പിതരോ ദഗ്ധ ഗംഗംബോരുഹന്തിനേതരൽ. ഹേ വത്സ പുത്ര, എന്താണ് തവ പിതാമഹ അങ്ങയുടെ മുത്തച്ഛന്റെ യാഗപശു ആയിട്ടുള്ള അയം അശ്വ ഈ കുതിരയെ നീയതാം കൊണ്ടുപോയിക്കോളൂ. ദഗ്ധ ഇമേ പിതര ഭസ്മമായി തീർന്നിട്ടുള്ള അങ്ങയുടെ പിതാക്കന്മാര് ഗംഗാംബ അരിഹന്തി ഗംഗാജലത്തെ കൊണ്ടുവന്നാൽ അത് ശുദ്ധീകരിക്കപ്പെട്ടാൽ അവർക്ക് മോക്ഷം കിട്ടും. ഇതര എന്നുവെച്ച വേറൊന്നുകൊണ്ടും അവർക്ക് മോക്ഷം കിട്ടില്ല എന്ന് പറയുകയാണ്. തം പരിക്രമ്യ ശിരസാ പ്രസാദ്യ ഹയമാനയൽ സകരസ്തേന പശുനാ ക്രതുശേഷം സമാവയൽ. ഈ അംശുമാൻ തം പരിക്രമ്യ കപിലവാസുദേവനെ നമസ്കരിച്ച് ശിരസാ പ്രസാദ്യ അദ്ദേഹത്തിന്റെ നമസ്കരിച്ച് പ്രസാദിപ്പിച്ചിട്ട് ഹയം അണയൽ അദ്ദേഹത്തിന്റെ അനുവാദത്തോടുകൂടി കുതിരയെ തിരിച്ചു കൊണ്ടുവന്നു. സകര മഹാരാജാവ് ആ യജ്ഞപശുവിനെ കൊണ്ട് യജ്ഞശേഷത്തെ യജ്ഞം പൂർത്തീകരിക്കുകയും ചെയ്തു. രാജ്യം അംശുമരിന്യസ്യ നിസ്പൃഹോ മുക്തബന്ധന ഔർവോപദിഷ്ടമാർഗേണ ഗതിമനുത്തമം. അതിനുശേഷം ആ രാജ്യത്തെ അംശുമരിന്യസ്യ തന്റെ പൗത്രനായിട്ടുള്ള അംശുമാനിൽ സമർപ്പിച്ച് നിസ്പൃഹ ആഗ്രഹങ്ങളിൽ നിന്നൊക്കെ വിട്ടിട്ട് നിഷ്കാമനായിട്ട് മുക്തബന്ധന സംസാര ബന്ധത്തിൽ നിന്നൊക്കെ വിമുക്തനായിട്ടുള്ള ഈ സകലരാജാവ് ഔർവോപദിഷ്ടമാർഗേണ ഔർവമഹർഷിയാൽ ഉപദേശിക്കപ്പെട്ട മാർഗത്തിലൂടെ സഞ്ചരിച്ച് അനുത്തമാം ഗതിം അത്യുത്തമമായിട്ടുള്ള ഗതിയെ പ്രാപിച്ചു. അതായത് എന്താണ്, ഭഗവത് പാദത്തിൽ അങ്ങനെ ലയിക്കുകയും ചെയ്തു. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം നവമസ്കന്ധേ സകരോപാഖ്യാനേ അഷ്ടമോധ്യായ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.